ഇന്ന് ഞങ്ങളുടെ സൗദി ജോർദാൻ യാത്രയുടെ 2ാം ദിവസമാണ് കേട്ടോ. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജോർദാൻ അതിർത്തിയോട് ചേർന്ന ദുബായിലേക്കാണ് പോകുന്നത്. ദുബായി അല്ല, അവിടേക്കാണ് യാത്ര. അത് വളരെ ചരിത്ര പ്രസിദ്ധമായ ഭാഗമാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ അതിൻ്റെ ഈ ചരിത്ര പ്രസിദ്ധിയെക്കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അത് അവിടെ എത്തിയിട്ട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം. അപ്പോൾ യാത്ര തുടങ്ങുകയാണ്. നല്ല ഉച്ചവെയിലുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ശരി, എന്നാൽ നമുക്ക് യാത്ര തുടരാം. ഇതാണ് ഷർമയിലേക്കും പിന്നെ നിയോം സിറ്റിയിലേക്കുള്ള റോഡ് കേട്ടോ. അല്ല, ഷർമ കഴിഞ്ഞ് നിയോം സിറ്റിയും കഴിഞ്ഞാണ് നിങ്ങൾ ദുബൈയിലേക്ക് പോകുന്നത്. അവിടെ ഒരു പോർട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ഈജിപ്തിലേക്ക് ഷിപ്പും ബോട്ടും ഒക്കെ പോകുന്നത് എന്നാണ്. അപ്പം നമ്മളെന്തായാലും ഇന്ന് ഷർമ, നിയോം സിറ്റിയൊക്കെ കാണും. പക്ഷേ ഇന്ന് നിയോം സിറ്റിക്ക് ഉള്ളിലേക്ക് പോകാൻ സാധ്യതയില്ല. അത് നാളെയോ അങ്ങനെ വീണ്ടും നമ്മൾ നിയോം സിറ്റിയിലേക്ക് വീണ്ടും പോകുന്നതാണ്. ഇത് ഈ കാണുന്ന മലനിരകളുണ്ട്, ഇങ്ങനെ അച്ചുണ്ടാക്കി കണക്കിരിക്കുന്ന ഈ മലനിരകൾ. ഇതിങ്ങനെ പണ്ട് ഇവിടെ നിന്നൊക്കെ കടലിറങ്ങിപ്പോയി എന്നാണ് ഐതിഹ്യങ്ങൾ. കടലിറങ്ങിപ്പോയപ്പോഴാണ് ഈ മലകൾ ഇങ്ങനെ ബാക്കിയായെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മലകൾ കണ്ട് ഇങ്ങനെ അത് വെട്ടി ഒരുക്കിയത് മാതിരി ഇങ്ങനെ ഇരിക്കുന്നത്. 4 സൈഡിലും മലകളാണ്. ഇതൊക്കെ ഫുള്ളായിട്ട് മലകളാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ വെള്ളം കയറി നിന്നിട്ട് അതിങ്ങനെ ഒലിച്ചു പോയതിന് ശേഷം ബാക്കി ഉള്ള ഭാഗമാണെന്ന് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതാണ് ഇവിടെ പണ്ട് കടലിറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പണ്ട് കടലായിരുന്നു. ഈ കടൽ ഇറങ്ങിപ്പോയാണ് ഇങ്ങനെ കരയായതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഈ കാണുന്ന മലകളുണ്ടോ, അതെ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു പീസുണ്ട്. ആ പീസ് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ വെട്ടി അരിഞ്ഞ മാതിരി ഇരിക്കുന്നുണ്ടോ കേട്ടോ. ഇതാണ് പറഞ്ഞത്, കടൽ ഇറങ്ങിപ്പോയതാണ്, അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഉള്ളത്. ഇവിടുത്തെ ഈ മലകളെല്ലാം ഇങ്ങനെയാണ്, ഭയങ്കര പൊക്കത്തിലുള്ള മലകളാണ്. അത്രത്തോളം കടൽ ഇത്രയും പൊക്കത്തിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇവിടുന്നൊക്കെയാണ് കടൽ ഇറങ്ങി അവസാനം കരയായി മാറിയത് എന്നാണ് റിപ്പോർട്ട്. ചരിത്രം പറയുന്നതാണ്, നമുക്കറിയില്ല, നമ്മളാരും കണ്ടില്ല. ഈ ചരിത്രം പറഞ്ഞവരൊന്നും ആരും ഇത് നേരിട്ട് കണ്ടവരല്ല. പക്ഷെ ഒരു അനുമാനമാണ്. ഇത് ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ്. കടൽ വെള്ളം കെട്ടി കിടന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം ഇടുക്കി ഡാമിലൊക്കെ പോയാൽ കാണാം. ഇടുക്കി ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങുമ്പോൾ തട്ടായിട്ടിങ്ങനെ കാണുന്നില്ല, അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ ഭാഗം മൊത്തം ഇപ്പോൾ ടൂറിസത്തിന് വേണ്ടി ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിയോം സിറ്റിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. സൗദി അറേബ്യ വേറൊരു രാജ്യം തന്നെ ഇങ്ങനെ ചെങ്കടൽ തീരത്തുണ്ടാക്കുകയാണ്. ചെങ്കടലിൻ്റെ കുറേ ദ്വീപുകൾ ഇങ്ങനെ സൗദി അറേബ്യ ഈജിപ്തിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി പിന്നെ അതിനിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നേ ഉള്ളൂ. ഇതിന് കുറേ വർഷങ്ങൾ എടുക്കും. 2030 ആകുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് ചെറുതായിട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില ബീച്ചുകളും ചില റിസോർട്ടുകളും ഒക്കെ. അതൊക്കെ നമുക്ക് പോയി അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ നോക്കാം.
എന്താ സീനെന്ന് നോക്കി. ഇതാണ് ശരിക്കും മലകൾ തന്നെ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കുത്തിറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി ഇനി വേണം നമ്മൾ സീ ലെവലിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഇത്രയും കുന്നുന്നായിരിക്കും കടൽ ഇറങ്ങി താഴേക്ക് പോയത് കേട്ടോ. കണ്ടോ ഈ ഏരിയ കണ്ടോ? ഇതിപ്പോൾ നമ്മൾ കുന്നിൽ നിന്ന് താഴേക്ക് കുഴിയിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. സീ ലെവലിലേക്ക് ഇറങ്ങി പോവാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് പറഞ്ഞത് കടലിറങ്ങി എന്ന് പറഞ്ഞത്. സത്യത്തിൽ കടലിറങ്ങിയത് തന്നെ ആയിരിക്കണം കേട്ടോ. പാറകളൊക്കെ കണ്ടില്ലേ, ഒരു അട്ടിയിട്ട മാതിരിയാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ചില ക്ഷേത്രങ്ങളിൽ കൊത്തുപണി ചെയ്ത് വെച്ച മാതിരിയാണ് ഈ പാറകൾ കാണുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും പാറകൾ രൂപപ്പെട്ട് വരാൻ സാധ്യതയില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ മലമ്പ്രദേശത്തുള്ള പാറകളൊന്നും ഇങ്ങനെയല്ല. അതായത് ഒന്നുകിൽ നിരന്ന് അല്ലെങ്കിൽ ഒരു കുണ്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് ഒക്കെയുണ്ട് എല്ലാം വെള്ളം ഇങ്ങനെ കൃത്യമായിട്ട് വെള്ളം കിടന്നു അതിങ്ങനെ തഴി പാറ ഇങ്ങനെ മെയിൻറ്റൈൻ ആയിട്ട് വന്നതാണ്. സത്യത്തിൽ നിങ്ങൾ കണ്ടോ, ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം കടലായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഇത് കടലായിരുന്നിരിക്കണം എന്ന് പറഞ്ഞ് ഈ പാറയുടെ ഷേപ്പ് ഉണ്ടോ, അവിടെ എല്ലാം വെള്ളം ഇറങ്ങിപ്പോയതെന്നൊക്കെയാണ്. ശരിക്കും ഇത് നിയോമിലേക്കുള്ള വഴിയാണ് കേട്ടോ. അതായത് ദുബാ കടപ്പുറത്തേക്ക് നമ്മൾ പോവാണ്. അവിടെയുള്ള ഇങ്ങനെ പോകുന്ന വഴിയിലുള്ള ഇതാണ് കാണുന്നത്. ശരിക്കും മല. ഈ പാറകളുടെയൊക്കെ ഷേപ്പ് കണ്ട, സത്യത്തിൽ എന്തൊരു ഷേപ്പാണ് ഈ പാറകൾക്ക്. ഇതൊക്കെ ഇങ്ങനെ ആരോ നിർമ്മിച്ചു വെച്ചതുപോലെ ഉണ്ട് കേട്ടോ. എല്ലാം നിർമ്മിച്ചു വെച്ചതുപോലെ ഉണ്ട്. നിർമ്മിച്ചതാണോ ഈ പാറ, അതോ കടൽ ഇറങ്ങിപ്പോയതാണോ? എൻ്റെ പൊന്നോ, എന്തൊരു സീനാണ് പിന്നെ. സൂപ്പർ സീൻ, അടിപൊളി. ഓ, നിയോമിലേക്ക് ഇങ്ങനെ ബസ്സുകൾ പറന്നു പോവുകയാണ് കേട്ടോ. ഒരു സ്ഥലമില്ല. തബൂക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിയോം എത്തുന്നതായിരിക്കും വേറെ ഒരു സിറ്റിയും ഒന്നുമില്ല കേട്ടോ. വെറും പാറക്കെട്ടുകളും മരുഭൂമിയും മാത്രമേ ഉള്ളൂ. മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല, മൊത്തം പാറ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. രണ്ട് സൈഡിൽ നോക്കിയാൽ ഫുള്ള് മലയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഇതാണ് സൗദി അറേബ്യൻ ഗവൺമെൻറ് എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത്. മഴ സമയത്ത് ഇവിടെ യാത്ര ചെയ്യുന്നില്ലേ, ഇവിടെ ഫുള്ളായിട്ടും വാദിയാണ് കേട്ടോ. ഈ വാദി ഇങ്ങനെ വെള്ളം, അതായത് വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് ഈ വെള്ളം ഒഴുകേണ്ട ഈ ഭാഗമാണ് ഇത് കാണുന്നത്. ഈ കല്ലും മണ്ണും എല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് കണ്ടാൽ അറിയാതെ എനിക്ക് ഒരു പുഴ തന്നെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ കുറച്ച് എന്തോ വാഹനങ്ങളൊക്കെ ഇട്ട് സൗദികളൊരു ടെൻ്റൊക്കെ കെട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അവർ അവധി ആഘോഷിക്കാൻ തോന്നും. ആ കാണുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് വീടും കുറച്ച് വാഹനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ സൗദികൾ അവധി ആഘോഷിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഭാഗത്തെല്ലാം നോക്കി ഫുള്ള് മലയാട്ടോ. മാനം വിട്ട മലയെന്നൊക്കെ പറയാം. എത്രത്തോളം മല, 4 സൈഡിലും മല ഇറങ്ങിയാണ് നമ്മളിപ്പോൾ താഴേക്ക് വന്നത്. ഇനിയാണ് നമ്മൾ ഇവിടെ നിന്ന് സീ ലെവലിലേക്ക് പോകട്ടോ. ഈ പോകുന്നത് കടലിലേക്കാണ്. അങ്ങനെ നമ്മൾ ഫൈനലി
കുന്ന് മലകളെല്ലാം ഇറങ്ങി സീ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷർമ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. നിയോം സിറ്റിയുടെ ഷർമ എന്ന സ്ഥലമാണ്. കണ്ടില്ലേ, ഇത് റെഡ് സീയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പം എത്തിയത് കേട്ടോ. ഇവിടെയാണ് സൗദി ഗവൺമെൻറ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയോം സിറ്റി. അതിഭയങ്കര സൗന്ദര്യമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതൊരു സത്യത്തിൽ ഇതൊരു ഐലൻഡാണ്. കുറേ ഐലൻഡുകൾ ചേർന്നാണ് നിയോം സിറ്റി കേട്ടോ. കടലിലെ വെള്ളമൊക്കെ ഉണ്ട്, വളരെ നീല കളറിലാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങനെ ജോർദാൻ, ജോർദാൻ, ജിസാൻ, ജിദ്ദ, എല്ലാ സ്ഥലങ്ങളും ഇവിടുന്ന്. ഇനിയും നമ്മൾ ഇവിടുന്ന് പോകണം. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഇവിടേക്ക് ഷർമയിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിട്ട് ഈ ഡെസ്റ്റിനേഷനിലേക്ക് വീണ്ടും തിരിച്ചു വരാം കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടൽസ് ആണ് കേട്ടോ, റോയൽ ദേശീയ ഒത്തിരി ഹോട്ടൽ പ്രോജക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫൈനലി മൊബൈൽ ജോലി ചെയ്തു.